ഞാനിനി ഇതിനകത്ത് വാനില എസൻസ് ഒഴിക്കുന്നതാണ്. വാനില എസൻസ് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുവാണ്. സ്പാച്ചിലെടുക്കുക. അതിനകത്തുണ്ടല്ലോ എഗ്ഗിയൊക്കെ ഉണ്ട്. കേക്കൊക്കെ ഐസിങ് ചെയ്തിട്ട് നമ്മൾ അന്ന് തന്നെയാണ് കഴിക്കേണ്ടത്. പിറ്റേ ദിവസം ഇൻകോർപ്പറേറ്റായി. ഇനി അടുത്തത് ഞാൻ ആരെ ഉപയോഗിക്കണം? മൈദ. ബേക്കിംഗ് പൗഡർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്പോൾ അതിനകത്ത് മുട്ടയുടെ അളവ് എല്ലാം കുറവായിരിക്കും. മുട്ടയുടെ എണ്ണം കുറവായിരിക്കും. ഇനി അറിയാം എന്നോട് ഒന്നുകൂടെ ചോദിക്കണം. ഇവിടെ കണ്ട് വേറെ കണ്ട് എന്നോട് ചോദിക്കണം പറഞ്ഞിട്ട് അത് ചോദിക്കും. ഓക്കെ. കുറച്ചുള്ളൂ. ഇതിനകത്ത് തരികൾ കണ്ടോ? ആ തരികൾ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ പോകേണ്ടതാണ്. ഉപ്പോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ അകത്ത് കട്ട പിടിച്ച് കിടക്കുന്നതാണ്. ഓക്കെ. ഈ ബേക്കിംഗ് പൗഡറിനകത്ത് കട്ട പിടിച്ച് കിടക്കുന്നത് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കട്ട അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ആ ബേക്കിംഗ് പൗഡറിൻ്റെ ടേസ്റ്റ് സോൾട്ടോ ഇത് സോൾട്ട് ഇടാം. സ്പാച്ചിലെടുത്തു. ഇതാണ് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ളത്. ഓക്കെ. ഞാൻ എടുത്തു ഓക്കെ. ഇതാണ് ഇതിനകത്തെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നിശ്ചയിക്കുന്ന ഒരു ഘടകം. ഒന്ന് നമ്മൾ മെയിൻ ചെയ്യുന്നത് എന്തുമാത്രം എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതോ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്നവരാണ്. ഇത് എന്തോരം ഇതിനകത്ത് ഈ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എയറേഷനാണ് സംഭവിക്കുന്നത്. എയറിനെയാണ് നമ്മൾ ഇതിനകത്ത് അടിച്ചടിച്ച് കയറ്റുന്നത്. അപ്പോൾ എയർ ഇതിനകത്തുള്ളത് പൊട്ടിപ്പോകാതെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. ഇല്ലാതെ ചെയ്യണം. ഓക്കെ. എനിക്കിത് ചെയ്യാനറിയാം. പക്ഷേ നിങ്ങളുണ്ടാക്കുന്ന കേക്കാണിത്. നിങ്ങൾക്കറിയണമല്ലോ ചെയ്യേണ്ടതിന്. ആരാ ചെയ്യുന്നത്? ഇത് പോയാലും ഇത് ഇത്രയ്ക്ക് സംഭവിക്കുള്ളൂ. ആരാ ചെയ്യുന്നതാ ചെയ്തു? എന്നിട്ട് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ. ആരെയും ഫോൾഡ് ചെയ്യാൻ പഠിക്കാനുണ്ട്? ഈ സൈഡിൽ എല്ലാവരും ചുമ്മായിരിക്കും. കട്ട് ചെയ്ത് പോയി ഒന്നും കാണിച്ചു തരാവേ. ഇപ്പം ചേച്ചി ചെയ്തെന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത്. ഓക്കെ. ഇങ്ങനെ കവർ ചെയ്യുന്ന സമയത്ത് എനിക്കിതിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊന്നും ഇൻകോപ്പറേറ്റ് ആവത്തില്ല. ഓക്കെ. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് വേണം ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, കട്ട് ചെയ്യുക. ഓക്കെ. കട്ട് ചെയ്യുക. ക്ലിയറായോ? നമ്മളിപ്പോൾ പാലൊഴിച്ചു. പാൽ ഈ മിക്സ്ചറിനകത്ത് നന്നായിട്ടായോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ അടുത്ത മൈദയുടെ അളവിടാൻ. ഓക്കെ. ഞാനൊരു 3 ഡിവൈഡ് ചെയ്ത് ഏകദേശം
ആദ്യത്തെ പോർഷൻ ഇട്ടു, പാലൊഴിച്ചു, അടുത്ത പോർഷൻ ഇട്ടു, ഓയിൽ ഒഴിച്ചു, അടുത്ത പോർഷൻ ഇട്ടു. ഓക്കെ, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും കേട്ടോ. അല്ലാതെ നമുക്ക് എഗ് ബീറ്ററുണ്ടാവത്തില്ല വലുത്, അതുകൊണ്ട് ആക്കാൻ നോക്കും. എന്തോ എനിക്ക് മനസ്സിലായി. എഗ് ബീറ്റ് ചെയ്യാൻ നമുക്ക് നോർമൽ ഒരെണ്ണം വരത്തില്ല, ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് വിസ്ക്. അതുകൊണ്ട് ചെയ്യാനൊക്കെ ഈ മാവ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നല്ല എക്സസൈസ് രാവിലെ വേണമെങ്കിൽ എന്തായാലും നല്ല സമയം അത് വെച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആവുന്ന സാധനം അതൊരു 15-20 മിനിറ്റ് അത്രയും നേരം ആരാ ഫോൾഡ് ചെയ്യുന്നത്? അമ്മ ഫോൾഡ് ചെയ്യും കണ്ടോ. ഓക്കെ, ഇത് ലംസ് ഉണ്ട്. ലംസ് ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ആരാണ് ചെയ്യാൻ പോകുന്നത്, ഫോൾഡ് ചെയ്യാൻ പോകുന്നത്? ഇങ്ങോട്ട് വന്ന ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ഇൻകോപ്പറേറ്റ് ആവണം. കുറഞ്ഞ സമയം കൊണ്ട് ഈ സാധനം ഫുൾ ഇൻകോപ്പറേറ്റ് ആവുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ കേക്കിന്റെ സോഫ്റ്റ്നെസ്. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഫുൾ ഇൻകോപ്പറേറ്റ് ആവാന്ന് പറഞ്ഞാൽ മിക്സ് ആവും. ഓക്കെ, ഇനി ആരാ അരിച്ചിപ്പോ കേക്ക് വേണം പഠിക്കാനല്ല, ബുക്കൊക്കെ താഴെ വയ്ക്കേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ചെയ്യുന്ന ഓയിൽ ചെയ്യുന്നില്ല, ഇല്ലാത്ത കുഞ്ഞുണ്ടോ ഓയിൽ ചെയ്യുന്നത് സ്പഞ്ചസിനൊന്നും ഓൾമോസ്റ്റ് ഒന്നിനും ഈ എഗ് വൈറ്റ് ബേബി ഒന്നുകൂടെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു കേക്കിലും നമ്മൾ ബട്ടറും ഇതൊന്നും ചെയ്യാറില്ല. എഗ് മിക്സ് ചെയ്യാത്ത എന്തോ എഗ് മിക്സ് ചെയ്യാത്തതും ചെയ്യും. എഗ് മിക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഗ്ഗില്ലാത്ത കേക്കിന് എഗ്ഗില്ലാത്ത കേക്കിൽ ഈ ആയിലൊക്കെ ചെയ്യുമ്പോഴല്ലേ ഓയിൽ ചെയ്യാലോ. ഓയിൽ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇതിൽ ഓയിൽ ചെയ്തെന്ന് വെച്ചാലും പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും സെൻറ്ററിൽ നിന്ന് മാറ്റി ബാക്കിയും കൂടെ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ, വെച്ചു. ടാപ്പ് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ, ഇനി ഓവൻ കൂടെ വെക്കണം. ഓവനിപ്പോൾ ഹീറ്റായിട്ടുണ്ടല്ലേ. ഇപ്പം നിങ്ങളൊരു സ്ക്വയർ ആയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് തിരിച്ചു വെക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഓവൻ തുറന്നിട്ട് ഇത് പൊക്കി വെക്കരുത്, തിരിച്ചു വെക്കരുത്. ഓക്കെ, ഇതിനകത്തെ ഹീറ്റ് മുഴുവൻ താഴോട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെ കുഴിഞ്ഞു പോകും. ഓക്കെ, ഓക്കെ, അതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആ വരുന്ന ചൂത്തിക്ക് പോലെ ഇരിക്കുന്നതിൻ്റെ ബാറ്ററിൻ്റെ അളവ് കാണാൻ പാടില്ല. അത് ക്ലീൻ ആയിരിക്കും. അത് ക്ലീൻ ആണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയെന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിൽ കണ്ടോ
സെൻറ്ററിലേക്ക് നിൽക്കുമ്പോൾ ഇത് തിരിച്ച് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോഴും കേക്ക് ബേക്കായി. അതുപോലെ സൈഡ് കണ്ടോ, സൈഡെല്ലാം വിട്ട് പോന്നിട്ടുണ്ട്. ഓക്കെ, ബേക്കായി. ഓക്കെ ഓക്കെ, കാണാം. ഇത് ഈ കൊട്ടാരക്കരയിൽ കിട്ടുമോ? എന്തോ ഈ ക്രീം കൊട്ടാരക്കര കിട്ടുമോ? കൊട്ടാരത്തിൽ ഞാൻ ഒരു സാധനം വെക്കാൻ വേണ്ടി വഴി തെറ്റി ഞങ്ങൾ പോന്നപ്പം ഈ റൂട്ടിലാണെന്ന് തോന്നുന്നു ഒരു ബേക്കിംഗ് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു കടയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫിലിപ്സ് ബേക്കിംഗ് ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന ഒരു കടയിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ പരിപാടിയില്ല, ഇവിടെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാവരും ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. അല്ലെ അടൂരുണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എവിടെ ക്ലിയർ ആയിട്ടില്ല. ഈ വരുന്ന റൂട്ടിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വഴി തെറ്റി ഇങ്ങനെ വന്നപ്പം എഴുതി വെച്ചിരിക്കുന്നതുണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ പലരും പല രീതിയിലാണ് ഐസിങ് ചെയ്യുന്നത്. ഇന്ന പർട്ടിക്കുലർ മെത്തേഡ് എന്നുള്ള ഐസിങ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ചിലർ ഈ ബോർഡിൽ തന്നെ ചെയ്യുന്നവരുണ്ട്, ചിലർ ഇതിൽ തന്നെ ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് 2 സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ 2 ഓഫ് സൈഡ് സ്പാച്ചിൽ വെച്ചിട്ട് ഈ ബോർഡിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ബോർഡിലോട്ട് വെക്കുന്നവരുണ്ട്. കേക്ക് ബോർഡിൽ വെക്കുന്നവരുണ്ട്, ടേൺ ടേബിളിൽ നിന്ന് എടുത്തിട്ട് ബോർഡിലോട്ട് വെക്കുന്നവരുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് പോർഷനിൽ എപ്പോഴും ലെവലായിട്ടുള്ളത് വേണം. ടോപ്പ് പോർഷനിൽ എപ്പോഴും ലെവലായിട്ടുള്ളത് വേണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ എനിക്കിതിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഇത് 3 ലെയറായിട്ട് ചെയ്യുന്നവരുണ്ട്, 2 ലെയറായിട്ട് ചെയ്യുന്നവരുണ്ട്. അതും നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഏകദേശം സെൻറ്ററിലാണോ നോക്കുക. ഇത് റെഡ് നൈഫ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ടോപ്പ് പോർഷനിൽ അകത്തൊക്കെ വെട്ടണം, മുകളിലൊന്നും പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്കിതിനെ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1, 2. ഓക്കെ, 3 പോർഷൻ എനിക്ക് വേണ്ടി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ 1, ഇവിടെ 1. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതെടുത്തു. പതുക്കെ കണ്ടാണ് ഇത് ഞാൻ തിരിച്ചു കൊടുക്കുക. പതുക്കെ എനിക്കും തോറും ഈ സാധനം അകത്തോട്ട് ഞാൻ കയറ്റി കൊടുക്കുക. ഏകദേശം ഇവിടെ 2 കൂടെ ജോയിൻ്റായി സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് കട്ട് ചെയ്തു. ഞാൻ ആ പോർഷൻ എടുത്ത് വെച്ചു. ഓക്കെ, അതുപോലെ അടുത്ത ലെയറും കട്ട് ചെയ്യുവാണ്. ഇത് പിടിച്ചു. എൻ്റെ കയ്യിലുണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇത് ഇത്രയും പോർഷൻ ഇതിനകത്തോട്ട് കയറിയിട്ടുള്ളൂ. അതുപോലെ ഞാൻ റൗണ്ട് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് പോർഷൻ ബൾജിങ് ഉള്ള പോർഷനാണ്. ഈ പോർഷൻ എന്തെങ്കിലും എനിക്ക് നടുക്ക് വെക്കാം. ഓക്കെ, എനിക്ക് ഈ ലെയർ അടിയിൽ വെക്കുക. എന്താണെങ്കിലും ഈ പോർഷൻ എപ്പോഴും ടോപ്പിൽ വരണം. ഈ ഫൈൻ പോർഷൻ എത്ര നിങ്ങൾ ചെയ്താലും ടോപ്പിൽ വരണം. അത് താഴെ കൊണ്ട് വെക്കരുത്. അതായത് നമുക്ക് ആ കേക്ക് പാനിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഉള്ളത് അവിടെ വെക്കണം. അത് എപ്പോഴും കേക്കിൻ്റെ ടോപ്പ് പോർഷൻ. ബാക്കി നിങ്ങൾ അങ്ങോട്ടും എങ്ങോട്ട് വേണം മാറ്റി വയ്ക്കും, പ്രശ്നമില്ല. ഓക്കെ, ഇങ്ങനെ വെക്കുന്നവരുണ്ട്, ഇങ്ങനെ തിരിച്ച് വെക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം.
സ്റ്റാൻഡ് മിക്സറാണ്. സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്കൊരു ദിവസം 3-4 കേക്ക്, ഒരു 4 കേക്കൊക്കെ വരുന്നുണ്ട്. വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രീമിങ് ചെയ്യണമല്ലോ. നമ്മുടെ ഈ ഹാൻഡ് മിക്സറിൽ ചെയ്യാന്ന് പറയുന്നത് പാടാണ്. അപ്പം നമ്മൾ ഇതിനകത്താണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് നിൽക്കും. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ എളുപ്പം എന്ന് പറയുന്നത് നമുക്കിത് ബീറ്റ് ചെയ്യാനായിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് നമ്മുടെ മാൻ പവർ അവിടെ വേണം. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു ലിവറുണ്ട്. ഈ ഒരു ലിവറുണ്ട്, കാണാമോ? ഈ ലിവറിൽ ഇത് പൊക്കിയിട്ടുണ്ടെങ്കിൽ ആക്കാൻ ഇത് പിന്നെയും പിടിച്ച് പൊക്കുവാണെങ്കിൽ സ്റ്റെപ്പാണ്. ഓക്കെ. അതുപോലെ തന്നെ അതിനകത്ത് സ്പീഡ് റെഗുലേറ്റ് ചെയ്യുന്ന പോലെ ഇതിനകത്ത് സ്പീഡ് ഇത് വണ്ടർ ഷെഫിൻ്റെ ആണ്. നല്ല സാധനം, റേറ്റ് കുറവുണ്ട്, നല്ലതാണ്. ഗൂഗിളിൽ എപ്പോഴും ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രീമിൻ്റെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറും. ഓക്കെ. നല്ല ചൂടുണ്ടെങ്കിൽ ഈ സാധനം പെട്ടെന്ന് മെൽറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ക്രീം നന്നായിട്ട് വിപ്പായി വരണമെങ്കിൽ ഇതിന് തണുപ്പുണ്ടാവണം. അന്ന് പറഞ്ഞ് ഫ്രീസറിനകത്തുനിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് വെച്ചാൽ ഹീറ്റ് ആവുന്നില്ല, കുറേ സമയം എടുക്കും. അളവ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഇച്ചിരി എടുത്താണ് ചെയ്യുന്നത്. അളവ് ഒരു കേക്കിന് 200-250 മതിയാവും. അത് നിങ്ങൾ ഐസിങ് ചെയ്യുന്ന പോലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങൾ കുറേ ഐസിങ് ചെയ്യുന്നവരാണെങ്കിൽ കുറേ ക്രീം വേണം. കുറച്ച് ഐസിങ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ക്രീം. പിന്നെ ബേസിക്കലി അറിയാമല്ലോ, എല്ലാ കേക്ക് മേടിക്കുമ്പോഴും ക്രീമായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്.
250 ml അല്ലേ ഒരു കേക്കിലെ സിറപ്പിൻ്റെ അളവുള്ളത് ഏതെല്ലാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ ഈക്വൽ എമൗണ്ട് ഓഫ് ഷുഗർ എടുക്കുക, ബോയിൽ ചെയ്യുക. ഓക്കെ, അതെടുത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് ബോയിൽ ചെയ്യണം? 3 മിനിറ്റ് ചെയ്യണം. 3 മിനിറ്റ് നമ്മളെങ്ങനെ അത് നന്നായിട്ട് ബോയിൽ ചെയ്ത് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്ന് തിക്കനാവും. അത് ഈ വരും. ഓക്കെ, ഈക്വൽ എമൗണ്ട് ഓഫ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടി ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, ടേസ്റ്റ് ഫ്ലേവർ വരണമെങ്കിൽ ചെറിയ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നത് ഒരു മിൽക്കി ടേസ്റ്റ് വരാൻ വേണ്ടി കേക്കിനകത്ത് ഷുഗർ സിറപ്പിനകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നമ്മളിത് ഐസിങ് ചെയ്യുമ്പോഴത്തേക്കും ഈ സാധനം കണ്ടോ ഓടിപ്പോകും. ഓടി പോകാതിരിക്കാൻ വേണ്ടി തുണി ഉണ്ടായിരുന്നല്ലോ, ഇത് ചെറുതായിട്ട് നനച്ചിട്ട് ഇതിൻ്റെ ടോപ്പിലോട്ട് ഇടുക, ഇതിലൂടെ വയ്ക്കുക. ഓക്കെ, ഇതിനകത്ത് ആൽക്കഹോൾ യൂസ് ചെയ്യണമെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യണം. എന്തും മനസ്സിലായില്ല. വേണേ ചെയ്യാം, ചില വീഡിയോസിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണേ ചെയ്യാം, കുഴപ്പമില്ല. മൂവ് ചെയ്യാതിരിക്കാൻ അത് ഇതിൻ്റെ ഇടയിലല്ലേ, ഇതിപ്പോൾ ഓൾറെഡി നനവുണ്ട്, മീൻസ് അത് ഇതിനകത്തിരുന്ന് നനവുണ്ട്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കൂട്ടി സ്റ്റിക്കായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് പറ്റാറ് കേട്ടോ. ഷുഗർ സിറപ്പാണേ, ഞാനത് നന്നായിട്ട് സോക്ക് ചെയ്യാം. ഇത് എന്ത് ബ്രഷാണ് പറയുന്നത്? ഇതിൻ്റെ സിലിക്കോൺ ബ്രഷും കിട്ടും. സിലിക്കൺ ബ്രഷ്. ഇത് സാധാ ബ്രഷ്, അതുപോലെ സിലിക്കോണിൻ്റെ ബ്രഷ് കിട്ടും, അതാണെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഭയങ്കര ഓവറായിട്ട് നിങ്ങൾ സോക്ക് ചെയ്യരുത്. ഓവറായിട്ട് സോക്ക് ചെയ്തിട്ട് എന്താ സംഭവിച്ചെടുക്കുക, ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തോട്ട് വരും. ഓക്കെ, ഞാനെൻ്റെ സ്പാച്ചുല എടുത്തു. സ്പാച്ചുല എടുത്തിട്ട് എനിക്ക് ഒന്നെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് മറ്റേ മേസ്ത്രി പണി ചെയ്യാം, അല്ലെങ്കിൽ പൈപ്പിൻ്റെ അതിനകത്തോട്ട് ഞാൻ ക്രീം ഫിൽ ചെയ്തിട്ട് അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഫിൽ ചെയ്യുവാണേ. ഞാനിവിടെ പിടിച്ചു. സൈഡിലേക്കും ഇതിൻ്റെ തിക്നെസ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എത്ര തിക്കായിട്ടുള്ള വേണം എന്നുള്ളതും എന്തൊരു ക്രീം വേണം എന്നുള്ളതും നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടമാണ്. ചില കസ്റ്റമേഴ്സ് വരും, എനിക്ക് ക്രീം കുറവ് മതി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രീം കുറച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പർട്ടിക്കുലർ ക്രീം മതി. അതുകൊണ്ട് ഞാൻ ഈ കേക്കിൽ ഇവിടെ വെച്ച് നോക്കുന്നേ. അടുത്ത ലെയർ
ഇടുക്കി സിറപ്പ് എടുക്കുകയാണേ. സിലിക്കോണാണെങ്കിൽ ഇങ്ങനത്തെ വിഷയമില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ ഇത് വേണം. കാണാവോ? ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ പുഷ് ചെയ്യുമ്പോൾ ഈ സാധനം സൈഡിലോട്ട് വരുന്നു. അതോടൊപ്പം ഞാൻ ഈ കൈ കൊണ്ട് തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. കണ്ടോ? അപ്പം ഞാനിങ്ങനെ കറക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ വന്നിട്ടില്ല. അപ്പം ഞാൻ അതിനെ ലക്ഷ്യമാക്കി ക്രീമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എനിക്ക് ഏകദേശം എല്ലായിടത്തും ക്രീമായിരുന്നു ഉറപ്പായി. ഇതിലുള്ള ക്രീമിനെ ഞാൻ സൈഡിൽ തൂക്കും. എന്നിട്ട് ഞാൻ അടുത്ത സെക്ഷനിൽ വട്ടം കറക്കി എല്ലായിടത്തും അതുപോലെ ആക്കി. ഓക്കെ, ഇത് മിച്ചമുള്ളത് ഇപ്പം ഞാൻ ഇൻ കേസ് ക്ലീൻ ചെയ്യാതെ ചെയ്യുവാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ അത് അടുത്തത് കാണിക്കാം കേട്ടോ. എന്നെ പറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെയും ഇത് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ക്രീം കൂടെ പറ്റി ഇതേ പറ്റി പോകുന്നുള്ളൂ. അതേസമയം ഇത് ക്ലീൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത്. ഓക്കെ, ഞാനിത് പുറത്തത്തെ പോർഷനിൽ നന്നായിട്ട് ചെയ്തിട്ട് ഞാനിത് എനിക്ക് ആദ്യത്തേത് ക്രം കോട്ടാണ്. ഈ കാണുന്നതെല്ലാം ക്രംസാണ്. ഓക്കെ, ഈ ക്രംസ് ഒന്നും നമ്മുടെ പുറത്ത് വരാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്രംസിനെല്ലാം കൂടെ ഈ ക്രീമും കൂടെ ജോയിൻ ചെയ്ത് ഒരു സിമെൻറ്റ്, ഈ ഹോളോ ബ്രിക്സിൽ സിമെൻറ്റ് തേച്ച് ആദ്യമേ പിടിക്കത്തില്ലേ, അതുപോലെ ഈ കേക്ക് ഫുൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിനെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി താഴോട്ട് വയ്ക്കുക. ഓക്കെ, ഞാൻ ഇനി ഈ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ക്രം കോട്ടിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്തതും ചെയ്യണം. അല്ലെങ്കിൽ ഈ നല്ല ക്രീമിനകത്തോട്ടും ഇതേ സാധനം വരും. കഴിഞ്ഞ് ഞാനിങ്ങനെ പിടിക്കുവാണ്, ഈ സാധനം ഇങ്ങനെ
ചെരിഞ്ഞ് നിന്നു. ഈ പോർഷനിൽ കണ്ടോ. അപ്പം ഇവിടെ എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം പിന്നെ എടുക്കുക. ഇവിടെ കാണാവോ? ഇപ്പോഴത്തെ സൈഡ് വന്നാലും കാണുമല്ലോ കേട്ടോ. ഇപ്പോൾ കാണാവോ? ഓക്കെ, ഈ പോർഷനിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് ഫുൾ പൊട്ടിക്കും. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന സാധനം, അതിനെ ഞാൻ ഇത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് അകത്തോട്ട് വൈപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ സെക്ഷനിലും വൈപ്പ് ചെയ്തെടുക്കണം. ഇവിടെ കണ്ടോ, എനിക്ക് പിന്നെ അത് അങ്ങനെ വന്നു. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഇത് ക്ലീൻ ആക്കിയിട്ട് ഒന്നുകൂടെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ചെയ്യും. അപ്പം എക്സസ് ആയിട്ടുള്ളത് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കൊണ്ടുവരിക. ചെയ്യാറില്ല. ബട്ടർ ക്രീം എന്നല്ല ലാഷിൻ്റെ കസ്റ്റാർഡ് കൂടുതൽ ചെയ്യുന്നത്. ഇത് ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഫ്രിഡ്ജ് വയ്ക്കും. ഇത് ഫുൾ സെറ്റ് ആവും. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ എത്ര നേരം വയ്ക്കണം? കുറച്ചൊക്കെ ഫോം ആവുന്നത് ഇപ്പോൾ ഒരു അരമണിക്കൂറോ 15 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് പെട്ടെന്നാവണമെങ്കിൽ ചിലർ ഫ്രീസറിൽ വയ്ക്കും. ഫ്രിഡ്ജ് ആ ടെമ്പറേച്ചറിൻ്റെ നിങ്ങളവിടെ ഒരു കട്ടി ചെറുതായിട്ടാവുന്നത്. ബട്ടറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കട്ടിയാവും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാം. അപ്പം ഞാൻ ഇതിന് പിന്നെയും ഇതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ കംഫോർട്ട് ചെയ്തിട്ടായി ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ ഇതിനെ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒത്തിരി ക്രീമിൻ്റെ ആവശ്യം വരും. ബിക്കോസ് ഇത് ഫോം കട്ടയായിട്ടില്ല. അപ്പം ഞാൻ പിന്നെ ചെയ്യുമ്പോൾ ഇതിലുള്ള ക്രീമും കൂടെ എൻ്റെ അതിന് പറ്റി പോരാൻ വേണം. അപ്പം നമുക്ക് ഒത്തിരി ക്രീമിൻ്റെ ആവശ്യം വരും. ബട്ടർ ക്രീം ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ കഴിവതും കുറച്ചുള്ളത് ഇതിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഞാനിതിൻ്റെ ടോപ്പ് നമ്മൾ ചെയ്യുവാണേ. ചെയ്ത് നോക്കണമെന്നുണ്ടോ? ചെയ്യാൻ സമയത്തേ 1 മണിയാവാറായി. 1 o'clock. ഞാൻ ഈ കളറെല്ലാം മാറ്റും കേട്ടോ. ഇതാണ് ക്രം കോട്ട്. ഇനിയിപ്പോൾ ഇവിടെ കംഫോർട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കറക്കി വിടുമ്പോൾ എനിക്കറിയാം. കണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്കറിയാം. കണ്ടോ, ഈ പോർഷനിൽ എവിടെയാണ് ക്രീം ഇല്ലാത്തതെന്ന് എനിക്ക് ഇവിടെ വരുമ്പോഴേ കാണാം. അപ്പം ഞാൻ ഈ സാധനം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് ആ സാധനം കൊണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വിടാൻ പറ്റും. കണ്ടോ, അതിനാണ് നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറയും. ക്ലിയർ ആയോ? എല്ലാവർക്കും വിഷമം തുടങ്ങും തോന്നുന്നു.
ചൂടാണല്ലോ. നമ്മൾ ഇത്രയും പേര് നിൽക്കുമ്പോഴും കണ്ടങ്ങനെ ചൂടാല്ലേ. ക്രംസ് മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് നല്ല ക്രീം എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. അപ്പോൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്ത് ഐസിങ് ചെയ്യുക കേട്ടോ. ടോപ്പും ഫിനിഷ് ചെയ്യാം. ഓക്കെ, അത് കാണിച്ചു തരാം കേട്ടോ. ഫിനിഷ് ചെയ്തേ ഞാൻ പാക്ക് ഇനിയിപ്പം ഇത് കണ്ടോ, ഈ കേക്കിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ശരിക്കും കേക്കിൻ്റെ ബാക്കിയൊരു എക്സ്റ്റൻഷനാണ് കേക്കിൻ്റെ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോർഡും എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ഓക്കെ, ക്രം കോട്ട് ചെയ്തു, ക്ലീൻ ആക്കി, അത് കഴിഞ്ഞ് ഫൈനൽ ഐസിങ് ചെയ്തു, ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ടേ നമ്മൾ ബാക്കി നോസിൽ ചെയ്തിട്ടുള്ള ഐസിങ് ചെയ്യാവുള്ളൂ. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഇത് ക്ലീൻ ആക്കാം. ഓക്കെ, ഒന്നെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വിടാം, അല്ലെങ്കിൽ സ്പാച്ചുലയിൽ വെച്ചിട്ട് എന്നിട്ട് ക്ലീൻ ആക്കാം. ഓക്കെ,
ഇതിന് ഉപയോഗിക്കുന്നത്. എളുപ്പമാണ് ഇത് ചെയ്യാൻ. നിങ്ങൾ ഏത് ഇതിലാണെങ്കിലും ഡെഫിനറ്റ്ലി ഈ സാധനം ഉണ്ടാകും. ഓക്കെ, യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോപ്പ് പോർഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പ്രസ് ചെയ്യുക. ഇതിൻ്റെ പേരാണ് റോസിറ്റി ഡിസൈൻ. ഓക്കെ, റോസിറ്റി ഡിസൈൻ. റോസ് ഫ്ലവർ പോലെ ഇരിക്കുന്നത് ശരിക്കും അവർ റോസ് ഫ്ലവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ബോർഡേഴ്സ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും ഐസിങ് ചെയ്യുമ്പോൾ ഏത് പഠിക്കുക, ഈ ചുവട് പഠിക്കുക. എനിക്ക് ഈ ബോർഡേഴ്സാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുക. സിമ്പിൾ ഡിസൈൻസ് ആണേ കേട്ടോ. ജസ്റ്റ് പ്രഷർ കൊടുക്കുക. ഇതിങ്ങനെ ഇത് തുറന്നാണ് നമ്മൾ പിടിച്ചത്. ഓക്കെ, ഞാൻ ബാഗ് തുറന്നു, ഇങ്ങനെ പിടിച്ചു, എൻ്റെ കൈ ഇതിനകത്തോട്ട് വെക്കി തുറന്നു. ഓക്കെ, കോളം ഉണ്ടാക്കി എനിക്ക് ഏത് നോസിലാണോ ആ നോസിൽ ഞാൻ ഇതിനകത്തോട്ട് നോസിലിനകത്തിട്ടു. എനിക്കറിയാം ഏകദേശം എവിടെ കൊണ്ടാണ് ഇത് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. ഓക്കെ, ഒരിക്കലും നോസിൻ്റെ ഈ ഒരു പോർഷനിലോട്ട് ഇങ്ങനെ ഇട്ടു ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പിടിക്കാം. ഇവിടെ പിടിച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാം, വട്ടം കറക്കി ലോക്ക് ചെയ്ത് വെക്കാം. ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ ക്രീമെല്ലാം ഒഴിച്ച് ഐസിങ് ചെയ്യുമ്പോൾ നമ്മളിവിടെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇവിടെ ഈ സാധനം എല്ലാം ഒഴുകി ഇതിലോട്ട് തന്നെ വീഴും. അതുകൊണ്ട് എപ്പോഴും ലോക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത് കേട്ടോ, ഇങ്ങനെ പിടിച്ചു. അപ്പം എനിക്ക് ഈ ഇത്രയും പോർഷനിലെ പ്രഷർ കൊണ്ടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. ഈ തള്ളവിരലും ഈ വിരലും ഇതിനെ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് എവിടെയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ബോർഡേഴ്സ് കൊടുക്കാം. ഓക്കെ, ബോർഡേഴ്സ് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പല രീതിയിൽ ചെയ്യാം. ഈ നോസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് റോസിറ്റി ഡിസൈൻ. ഇത് വളരെ എളുപ്പമുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കിയാൽ മതി. അപ്പോൾ ഇത് കറക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ചിലർ കറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തൊന്നേ പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തു ഇറങ്ങുന്നുണ്ടോ, റോസപ്പൂ ആവുന്നുണ്ടോ? ഇല്ല. അപ്പം അത് ചെയ്യേണ്ടപ്പോൾ നമ്മൾ ഇവിടെ വെക്കുക, ഒരു ഡോട്ട് ഇടുക, അവിടെ നിർത്തി, എന്നിട്ട് പ്രഷർ കൊടുത്തോണ്ട് വേണം ഞാൻ വട്ടം വരയ്ക്കാൻ. ഓക്കെ, ക്ലിയറായോ? ഇനി ഈ സാധനം എന്ന് പറയുന്നത് സ്പ്രിങ്കിൾസ് ആണ്. ഓക്കെ, ഈ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ചുമ്മാ അവിടെ എവിടെയൊക്കെ സ്റ്റാറോ, ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് സ്റ്റാറൊക്കെ അവിടെ പോകണമെങ്കിൽ അവിടെ പോകാം. ഓക്കെ, അതുപോലെ തന്നെ ചോക്ലേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്പഞ്ചും അതോടൊപ്പം ഈ ഐസിങ്ങും കുറച്ച് ചെറീസ് അരിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ലെയർ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഇടണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചോക്ലേറ്റ്, നമ്മുടെ മോർണിയുടെ ഒക്കെ ചോക്ലേറ്റ് ഇടില്ലേ, അല്ലെങ്കിൽ അത് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യും, അതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുക, സൈഡിലൂടെ എല്ലാം തൂക്കുക. ഈ റോസിറ്റി ഡിസൈനിൻ്റെ അകത്ത് ഓരോ ചെറിയ വെച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ആയി. അതേ സാധനം തന്നെ വാനില സ്പഞ്ചിലാണ് ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആയി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഇടുന്നത്, അതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി ഇതാണ് കലാപരിപാടികൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്രീം നിങ്ങൾക്ക് തികയാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഡിസൈൻസ് എല്ലാം കാണിക്കാതെ
ചേർക്കത്തില്ല. ഓക്കെ, നമുക്ക് കളർ ചേർക്കാം കേട്ടോ. ഞാനത് സോറിയില്ല. അപ്പോൾ കളർ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ എടുപ്പ് വരും. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്ന നോസിലാണ്. ഓക്കെ, ഈ നോസിന്റെ പേരെന്താ? റൗണ്ട് നോസിൽ. റൗണ്ട് നോസ്. റൈറ്റിങ്ങിന് വേണ്ടിയുള്ള നോസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവരുടെ എടുത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ സെയിം സംഭവം തന്നെ ഇവിടെ ലോക്ക് ചെയ്യുക, ഇവിടെ പിടിക്കുക. ജസ്റ്റ് നമ്മൾ ഭയങ്കര സ്പീഡിൽ അതിന് മാത്രം പ്രഷറിലേക്ക് കണ്ടോ ഇങ്ങനെ വേവ് പോലെ വരും. ഓക്കെ, അപ്പം അതൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത നോസിൽ മാറ്റണമെങ്കിൽ ക്രീം എടുത്ത് മാറ്റുക. അടുത്തൊരു പൈപ്പ് ബാഗിനകത്തോട്ട് അടുത്ത നോസിൽ ഇടുക, അടുത്ത ഡിസൈൻ ആക്കുക. ഓക്കെ, അതിനുവേണ്ടിയാണ് ഒരെണ്ണത്തിനകത്തോട്ട് ഒരെണ്ണം വേറെ ഇട്ടത്. ഇത് ഞാൻ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഇതിനകത്ത് ക്രീം ആയത്. സാധാരണ വരുമ്പോൾ ഇതിനകത്ത് ക്രീം ആവുന്നില്ല. അപ്പോൾ എനിക്കിത് പുറത്തോട്ട് തള്ളിയെടുക്കാം. ഓക്കെ, ഇത് തള്ളിയെടുത്തിട്ട് അടുത്ത നോസിൽ ഇതിനകത്തില്ല. റോസപ്പ് കാണിക്കാതെ. റോസപ്പൂവിന് ടെമ്പറേച്ചർ വളരെ വിപ്പിംഗ് ക്രീമിൽ സാധാരണ എല്ലാവരും റോസ് ഫ്ലവർ കണ്ടിട്ടില്ലേ കേക്കിൻ്റെ മണ്ടയിൽ വെക്കുന്നത്. ആ റോസ് ഫ്ലവർ സാധാരണ എല്ലാവരും ബട്ടർ ക്രീമിലാണ് ചെയ്യുന്നത്. അത് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഏബിളുകൾ വരണമെങ്കിൽ ഈ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ എൻ്റെ കൈയുടെ ടെമ്പറേച്ചർ കൊണ്ട് ഇത് ഓൾറെഡി മെൽറ്റഡ് ആയിരിക്കും. ഓക്കെ, എന്താ ബട്ടർ ക്രീം എന്ന് പറഞ്ഞാൽ ബട്ടറും ഐസ് ഷുഗറും കൂടെ ബീറ്റ് ചെയ്യുന്നതാണ് ബട്ടർ ക്രീം ഐസ്. പലതരം ബട്ടർ ക്രീം ഐസ് ഉണ്ട്. എന്താ ക്വാണ്ടിറ്റി ഉണ്ട്. സാധാരണ ഓർക്കുന്നില്ല. ബട്ടർ ക്രീം അത് സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. ഭയങ്കര ഞാൻ പറയാവേ ഇത് റോസ് ഫ്ലവറിൻ്റെ നോസിലാണ്. അതുപോലെ ഇത് റോസ് നെയിൽ പോലെ ഫ്ലവർ നെയിൽ എന്ന് പറയും. ഓക്കെ, അത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആദ്യം പിടിക്കും. അതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വയ്ക്കുക. അത് എടുത്ത് ഞാൻ റാ പോലെ എഴുതാം. അപ്പം ആദ്യത്തെ പോർഷനിൽ ഞാനൊരു റൗണ്ട് പോലെ ജസ്റ്റ് ഒരെണ്ണം കൊടുക്കും. പോലെ കൊടുത്തു, ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് റാ പോലെ വരയ്ക്കും. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യത്തെ പോർഷൻ എടുത്തു, റാ വരച്ചു. ഇതെടുക്കുക. ഈ പോർഷൻ കേട്ടോ, ഈ പോർഷൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തു. എവിടെയാണ് എനിക്ക് പ്ലേസ് ചെയ്യുന്നത് പ്ലേസ് ചെയ്തു. കുറച്ചുകൂടെ ഈ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ഇതാണെങ്കിൽ കുറച്ചുകൂടെ എതളുകളും നമുക്ക് വരയ്ക്കാൻ പറ്റും. കുറച്ചുകൂടെ സ്റ്റിഫായിരിക്കും. നമ്മൾ ആദ്യമേ ചെയ്ത കൺസിസ്റ്റൻസി അല്ല ഇത്. ഇത് പുറത്തിരിക്കുന്നതനുസരിച്ച് ഇത് വെള്ളം പോലെ വിടും. ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇൻ കേസ് നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോഴത്തേക്ക് ഈ കത്രിക വെച്ചിട്ടുള്ള മെത്തേഡ് ഭയങ്കര പാടാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ഇച്ചിരി ക്രീം ഇതിലോട്ട് പരട്ടുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഇടും. ബട്ടർ പേപ്പർ ഈ ഒരളവിൽ ഇതിലോട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ നിങ്ങൾ ഈ റോസിൻ്റെ ചെയ്യും.
എന്നിട്ട് ആ ബട്ടർ പേപ്പറെ പിടിച്ച് വലിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രേയിൽ വെക്കുക. ആ ട്രേയോട് തന്നെ നിങ്ങൾ ഫ്രിഡ്ജ് വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നല്ല സ്റ്റിഫാവും. സ്റ്റിഫായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഈ റോസ് ഫ്ലവർ കൈകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഈ സാധനം വെക്കാൻ പറ്റും. മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചെന്ന് വിചാരിച്ചോ, ഇനി നിങ്ങൾക്ക് ഈ സാധനം എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നിങ്ങൾ ഒരിടത്ത് വെച്ചു, നിങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എവിടെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് വെച്ചു പോയി നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ക്ലിയർ ആയോ? ഇനി അടുത്ത പോസിബിൾ പോലെ കളർ മിക്സ് ആക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറം തന്നെ മിക്സ് ആക്കുമോ? ചോദിച്ചാൽ മതി. ഇത് ബാസ്കറ്റ് വീവ് എന്ന് പറയും. ഓക്കെ, കാണിച്ചാലേ. ബാസ്കറ്റ് വീവ് സാധാരണ എവിടെയായിരിക്കും വരുന്നത്? ബാസ്കറ്റ് വീവ് സാധാരണ എവിടെയായിരിക്കും വരുന്നത്? പൊക്കത്തിലായിരിക്കുമോ സൈഡിലായിരിക്കുമോ? ലീവ്സ് ഉണ്ടാക്കാനോ? ഫ്ലവറിന്റെ ലീവ്സ് ഉണ്ടാക്കാനോ? ബാസ്കറ്റോ? സൈഡിലല്ലേ? ബാസ്കറ്റ് സൈഡിലല്ലേ? പൊക്കത്തിൽ ബാസ്കറ്റ് വെക്കില്ലല്ലോ. ബാസ്കറ്റ് വെച്ച് നമ്മൾ മൂടി വെക്കുമല്ലോ ചെയ്യുന്നത്. ബാസ്കറ്റിൻ്റെ അകത്ത് ഫ്ലവർ ഫിൽ ചെയ്യല്ലേ. അപ്പം നമുക്ക് ബാസ്കറ്റ് വീവ് എന്ന് പറയുന്നതിന്റെ ബാസ്കറ്റ് നോസ് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഓക്കെ, ഇതിന്റെ ഒരു വശത്ത് പല്ലുണ്ടാവും, ഒരു വശത്ത് പ്ലെയിൻ ആവും. ഓക്കെ, ആ പ്ലെയിൻ ആയിട്ടുള്ള വശമായിരിക്കണം നമ്മൾ കേക്കിൽ മുട്ടിക്കേണ്ടത്. ഞാൻ ആദ്യമേ ഇതിലോട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, നിർത്തി. എന്നിട്ട് ഞാൻ ഒന്നരാടം വരയ്ക്കാൻ ഈ നോസിൽ തിരിച്ചു പിടിച്ചു. ആണോ നിങ്ങൾക്ക്? നിങ്ങൾ അവിടെ ഞാനവിടെ ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചു. ഇനി ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടു. അടുത്ത വര ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ഇനി ലാസ്റ്റ് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര. അടുത്ത വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത വര വരയ്ക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പോർഷനിൽ നിന്ന് ഗ്യാപ്പ് വിട്ടിട്ടില്ലേ, ആ ഗ്യാപ്പ് കിട്ടുന്നിടത്തുനിന്ന് അടുത്ത സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിങ്ങോട്ട് പോയാൽ ഇവിടെ തട്ടുമായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചും ചെയ്യുവാണേ. കണ്ടോ, വെടഞ്ഞതുപോലെ ഫുൾ വരും. ഒന്നുകൂടെ കാണിക്കാവേ. ഒന്ന് എടുക്കാം. ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ ഫുട്ബോൾ ടീമുള്ള കേക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ഗ്രാസ് നോസിൽ ഉപയോഗിച്ചിട്ട് താഴെ മുഴുവനും പച്ച കളറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ നോസിലിടുക, ഇങ്ങനെ പുല്ല് പോലെ ഇങ്ങനെ പിടിപ്പിക്കുക. ഓക്കെ, നീളമുള്ള പൂരിലും കുറ്റിപ്പൂരിൽ വേണമെങ്കിൽ അങ്ങനെ. ഓക്കെ,
പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫുട്ബോളിൻ്റെ ടീമുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ മേടിക്കാൻ കിട്ടും. അത് ജസ്റ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഫുട്ബോൾ തീംഡായിട്ടുള്ള കേക്കാവും. ക്ലിയർ ആയോ? ഓക്കെ. കളർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഒരു തീം, ഇപ്പം ഞാൻ പറഞ്ഞില്ല പച്ച കളറുള്ളതാണ്, പച്ച കളറുള്ള ഫുൾ കേക്ക് പച്ചയാണെങ്കിൽ ഞാൻ ക്രീം ബീറ്റ് ചെയ്യാനായിട്ടല്ലേ, ആ ബീറ്റ് ചെയ്യുന്നതിലോട്ട് എനിക്ക് ഇതുകൂടെ കളേഴ്സ് യൂസ് ചെയ്യണം. ജെൽ കളേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ. പൗഡേർഡ് കളേഴ്സ് അല്ല, ജെൽ കളേഴ്സ് യൂസ് ചെയ്യണം. ജെൽ കളേഴ്സ് അപ്പം തന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ എനിക്കിപ്പം ബാസ്ക്കറ്റ് യൂസ് ചെയ്യണം. ബാസ്ക്കറ്റിന് ഏത് കളർ വേണ്ട? ബ്രൗൺ. ഓക്കെ, ബ്രൗൺ കളർ വേണം. അതുപോലെ റോസപ്പൂവിന് റോസ് കളർ വേണം. അങ്ങനെ വേണമെങ്കിൽ ഞാൻ ആദ്യമേ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് പല ബൗൾ എടുത്തിട്ട് ഓരോ ബൗളിനകത്തോട്ട് ഇപ്പം ഞാൻ വിപ്പ് ചെയ്ത ക്രീം അല്ലേ ഇത്, ഇതിനകത്തോട്ട് ഞാൻ ക്രീം കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഒരു ബൗളിനകത്ത് ബ്രൗൺ ആഡ് ചെയ്യാം, അടുത്ത ബൗളിനകത്ത് റോസ് ആഡ് ചെയ്യാം. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ചെയ്ത വെള്ളം പോലെ ആവും. ഇപ്പോൾ ഓൾറെഡി ഇത് മെൽറ്റാണ്. ഓക്കെ, ആ ഇത്ര പേര് നിൽക്കുന്നു അല്ലേ. നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മൾ മാത്രമല്ലേ ഉണ്ടാകുള്ളൂ, അപ്പോൾ അത്രയും കോംപ്ലിക്കേഷൻസ് വരത്തില്ല. ഓക്കെ, ഇപ്പം ഇതെൻ്റെ കൈയുടെ ചൂട് കൊണ്ട് ഓൾറെഡി ആയ സാധനമാണ്. ഇതിനകത്തോട് ഞാൻ കളർ ചേർത്ത് കാണിക്കാവേ. സെപ്പറേറ്റ് ബൗളിലാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് അതാകുമ്പോൾ എടുത്ത് കളർ യൂസ് ചെയ്യും. ഏത് കളറാണ് വേണ്ടത്? ലൈസിങ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, പിങ്ക് എടുക്കാവേ. ഓക്കെ, പിങ്ക് എടുത്തു. ഗ്രീൻ എടുത്തു. ആഡ് ചെയ്യുവാണേ. ഞാൻ കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്തു. എന്തോ ഒരു കളർ വേണമെന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. കാണാവോ? എയറുണ്ട്. എയർ വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ആ എയറിനെ ഒന്ന് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്നാണെന്നറിയാമോ, ടോന്നൊരു ഒച്ചയും കേൾക്കും, അത് മുഴുവനും സ്പ്രെഡ് ആയിട്ടുള്ളേ. മിക്സ് ചെയ്താണ് വരുന്നത്. ഞാൻ കുറേ ഇതിനകത്ത് വൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് വന്നത് കേട്ടോ. കളർ ചേർക്കുമ്പോൾ വ്യത്യാസം മനസ്സിലായോ? നമുക്ക് കുറച്ചുകൂടെ കേക്കിന് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോസ് കളറൊക്കെ നല്ല റോസ് കളേഴ്സ് ചെയ്തായിരുന്നു. അതുപോലെ റോസപ്പൂ പോലെ ഫീൽ. അതുപോലെ തന്നെ ഈ റോസപ്പൂ ചെയ്തല്ലോ, ഈ റോസപ്പൂവിന് ലീഫ് നോസിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ലീഫ് നോസിൽ എന്ന് മേടിക്കാൻ പറ്റും. ആ ലീഫ് നോസിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ റോസ് ഫ്ലവറിൻ്റെ ലീവ്സിൻ്റെ ചോദിച്ചാൽ മതി. നോസിൽ, ആ നോസിൽ കിട്ടുമ്പോൾ നമുക്ക് ഈ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് പോലെ കണ്ടോ, ഇവിടെ കണ്ടോ, ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെറുതായിട്ട് പൈപ്പ് ചെയ്ത് ഗ്രീൻ കളർ കൂടെ വരുമ്പോൾ തനി ദിവസം പോകും. ക്ലിയറായോ? ഓക്കെ, ഇനി ഇതെല്ലാം മനസ്സിലിട്ട് ആലോചിച്ചിട്ട് പോയി ചോറുക.